ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഞാൻ അവിടെ ഓണാക്കി വെച്ചപ്പം ഓരോരുത്തർക്ക് കയ്യും കാലൊക്കെ കാണിക്കണം. നാഫിയാണ് കേട്ടോ. അപ്പോൾ ഓർക്ക് രണ്ടാൾക്കും ചായയൊക്കെ കൊടുത്തിട്ട് മെല്ലെ അവിടെ ഇരുത്തിയിട്ട് ഇപ്പോൾ ഞാനിതാ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കടലക്കറി ഞാൻ കുറച്ച് നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഇതിന് ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് പ്ലേറ്റിലൊന്ന് ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചും കൂടെ ഒന്ന് പരത്തി വെക്കാനുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചുടണമുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചുടുന്നത്. ഇത് മൊത്തത്തിൽ പരത്തിയൊക്കെ കഴിഞ്ഞ് ചുടുമ്പോഴേക്കൊക്കെ നേരാവും. രാവിലെ അപ്പം കുറച്ച് തിരക്കുകളായിരിക്കുമല്ലോ. രാവിലെ നമുക്കൊന്ന് ഇരിക്കാനുള്ള നേരം പോലും കിട്ടൂല അല്ലേ. സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള എല്ലാവരുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. നമുക്ക് രാവിലെ മുതൽ ഉച്ച വരെ പണിയോട് പണിയായിരിക്കും. എന്തെല്ലാം പണികൾ നമ്മൾ ചെയ്യണമല്ലേ. എന്നും ഒരു മാറ്റമില്ലാതെ ടൈം ടേബിളിനൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ഉള്ള പണി എന്ന് പറയുന്നതാണ് രാവിലെ മുതൽ ഉച്ച വരെ നമുക്ക് തിരക്കോട് തിരക്കായിരിക്കും. സത്യം പറഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ തന്നെ നേരം ഉണ്ടാവില്ല അല്ലേ. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടേക്കുമല്ലോ ലാസ്റ്റ് നമ്മളെ ചായ കുടി തന്നെ ഉണ്ടാവുക. അപ്പം എന്നാലും നമ്മളതൊക്കെ ഒരു സന്തോഷത്തോടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളങ്ങനെ കഴിഞ്ഞങ്ങോട്ട് പോയിക്കോളൂ അല്ലേ. എന്നാലും ഓരോരോ പല ആളുകളുടെയും ജീവിതം എന്ന് പറയുന്നത് പല രീതിയിലേക്കുമല്ലേ. പല ആഗ്രഹങ്ങളുണ്ടാവും. പല ചിലപ്പോൾ സങ്കടങ്ങളുണ്ടാവും. ഓരോരോ പ്രതീക്ഷകളോടൊക്കെ ആയിട്ടായിരിക്കും ഓരോരുത്തരുടെ ജീവിതം അങ്ങനെ കടന്നു പോകല്ലേ. ശരിക്കും ഈ സങ്കടങ്ങളിൽ നിന്നാണ് ജീവിതം പഠിക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ ഡയലോഗിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ. അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു ശരി തന്നെയാണ്. ഓരോരുത്തരുടെ പ്രയാസങ്ങളും അത് അവരവർക്ക് തന്നെ അനുഭവിക്കുമ്പോഴാണല്ലോ അറിയുക അല്ലേ. എന്തായാലും വീട്ടിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തോടെ അങ്ങ് നമ്മളെ മക്കൾക്കും മാപ്പിളമാർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തു പോകുമ്പോൾ അല്ലേ. ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനി വീട്ടിലിരുന്നിട്ട് ചെറിയൊരു വരുമാനം കണ്ടെത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ശ്രമവും ഒരു പരീക്ഷണമൊക്കെയാണ് ഇപ്പം ഈ ഒരു യൂട്യൂബ് ചാനലും ഈ വീഡിയോ എടുക്കലും ചെയ്യലൊക്കെ. വീട്ടിലിരുന്നിട്ട് ഇപ്പം ഒരു ചെറിയൊരു വരുമാനം എന്നുള്ള നിലക്ക് തന്നെയാണ് ഇപ്പം ഞാനിത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താണ് അതുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോവൽ നടക്കുള്ളൂ. പിന്നെ ഇപ്പോൾ എന്തായാലും വ്യൂ ഒക്കെ കുറവ് തന്നെയാണ്. അപ്പോൾ എന്നാലും നമ്മൾ തളരാതെ എന്നെങ്കിലും ഒരിക്കൽ ഒക്കെ റെഡിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും മുന്നോട്ട് പോവുക. ഇത് ഏതൊരു കാര്യത്തിനാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. അപ്പം ഞാനേ കഥയും ഇതൊക്കെ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളെ ചപ്പാത്തിയും ചുടലൊക്കെ കഴിഞ്ഞിരിക്കണം. ഏകദേശം ചുട്ടിട്ട് ആവണുണ്ട്. ബാക്കി കുറച്ച് പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ കുട്ടികൾക്കുള്ളത് കൊടുക്കുകയാണ്. അധികം വേഗം ഇങ്ങോട്ട് കറിയാക്കി വെച്ചാൽ എന്താണ് പിന്നെ ചുടുന്നതിനനുസരിച്ച് കടി ചുടുന്നതിനനുസരിച്ച് ഓരോരുത്തർ അങ്ങോട്ട് കുടിച്ച് പോയിക്കോളുമല്ലോ. അപ്പോൾ കടി അവിടെ ആക്കി വെച്ചിട്ട് പിന്നെ കറി ആയിട്ടില്ലെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്യണ്ട. അപ്പം ഞാൻ വേഗം കറീൻ്റെ പരിപാടികൾ അങ്ങോട്ട് ആക്കലാണ് കേട്ടോ രാവിലെ തന്നെ. എന്നാൽ കടി അങ്ങനെ ഓരോരുത്തരായിട്ട് കുടിച്ച് പോയിക്കോളല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നാഫി മോന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിണ്. അപ്പോൾ ഓനക്കുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ചെറുത് പിന്നെ അവിടെ പലകയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓനക്കുള്ളതും കൊടുത്ത് ഞാൻ വേഗം ചായ കുടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പോകാനുള്ള ആൾക്കാരൊക്കെ പോയിന്. എൻ്റെ ചായ കുടിയും കഴിഞ്ഞതാ. എൻ്റെ കുട്ടി ഇന്ന് അംഗൻവാടി പോവുകയാണ് കേട്ടോ. ആദ്യമായിട്ട് അനിയൻ്റെ കുട്ടി പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഓനക്കും പോകണമെന്ന് പറഞ്ഞിട്ടേ ഞാനൊന്ന് കൊണ്ടാക്കി നോക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഓനൊന്ന് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെ അധികം ദൂരത്തൊന്നുമല്ല, കുറച്ചടുത്താണ്. അപ്പം ഞാൻ അംഗൻവാടിയിൽ ഫസ്റ്റ് ഓനെ കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ വീഡിയോൻ്റെ ശേഷമാണ് കേട്ടോ ആ വീഡിയോ വരുള്ളൂ. ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ടില്ലേനു. പിന്നെ ഇതാണ് ഇപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്തിട്ടത്. അപ്പോൾ അതിലുണ്ട് കേട്ടോ അംഗൻവാടിയിലേക്ക് പോകുന്നതൊക്കെ. അപ്പം ഓനെ കൊണ്ടാക്കി വന്ന് വേഗത പണികൾ തീർക്കുന്നതാണ്. ഒന്നും എടുത്തിട്ടില്ലേനു കേട്ടോ. ചായ കുടിച്ചങ്ങോട്ട് എണീച്ച് വേഗം ഓനെ കുളിപ്പിച്ച് മാറ്റി ഓള് വിളിച്ചപ്പോൾ ഓരോ കൂടെ അങ്ങനെ അങ്ങോട്ട് പോയതേനു. ഒന്നാമത്തെ അതന്നെയാണ് കേട്ടോ നല്ലത്. ഇതിലെങ്ങനെ വെറുതെ വെയിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ ആ ഒരു സമയം കുറച്ച് നേരം അവിടെ ഇരുന്നാലേ ഞമ്മക്കും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. വെയിലും മഴയൊന്നും കൊള്ളാണ്ട് ഒരു ഭാഗത്ത് ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ പണികൾ കഴിയുമ്പോഴത്തേക്കും വിടാനും ആവും. അപ്പോൾ പോയി കൂട്ടി കൊടുന്നാലും മതി വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് വേഗം ചോറ് അവിടെ വാർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ അവിടെ ഒഴിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള അടിക്കലും തുടക്കലും എല്ലാ പണികളും തീർത്തിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ അതാ കറി വെക്കുക എന്നുള്ള ഒരു കലാപരിപാടിയാണ് ഇപ്പം
ഇനി ബാക്കിയുള്ളത്. അപ്പം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് നെത്തളും പിന്നെ അയിലക്കുട്ടിയാണ് കേട്ടോ വാങ്ങിയത്. മീനിനൊക്കെ നല്ല വിലയാണല്ലോ, അപ്പം ഇതിനാണിപ്പം കുറച്ചൊന്ന് വില കുറവ്. അപ്പം ഞാൻ നെത്തൾ പൊരിക്കാമെന്ന് വിചാരിച്ച്, മറ്റേതൊന്ന് പുളിയും മുളകും ഇട്ടിട്ട് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ വിളിക്കുന്നു കേട്ടോ, എനിക്ക് നല്ല ചുമക്കുന്നുണ്ട് പറഞ്ഞിട്ട്. ഓനക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ തലേന്നും രാവിലെയൊക്കെ ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ പോവണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് എന്താ അറിയില്ല, ആദ്യമായിട്ട് പോകുന്നതും കൊണ്ടാന്ന് തോന്നുന്നുണ്ട്, അവിടെ കളിക്കാനൊക്കെ വേണ്ടിയിട്ടേ പോകണമെന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ഇതാക്കിയപ്പോൾ പിന്നെ ഞാൻ കൊണ്ടാക്കിയതേനി കേട്ടോ. ഇനിയിപ്പോൾ ഓനൊന്ന് പോയി കൂട്ടി കൊണ്ടുവരണം. പിന്നെ നാഫി മോനും കൂടെ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഓനൊന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇടങ്ങാറാവില്ലേ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കണം. ഇവർ സ്കൂളിട്ട് വന്നാൽ ഇക്കയും കൂടെ വരുമ്പോഴേക്കും വേണമെന്ന് വന്ന് പോയിട്ട് വരാൻ. അപ്പോൾ ഞാൻ വേഗം കറിയൊക്കെ നാക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് തന്നെ മുറിച്ചിട്ടതേനു, പേസ്റ്റൊന്നും ആക്കിയിട്ടില്ല ഇതിനെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ച് നമ്മളെ തക്കാളിയും ഇതൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ അതവിടെ വാടണ നേരം കൊണ്ട് പൊരിക്കാനുള്ള മീനൊന്ന് പെരക്കിയെടുക്കുന്നു കേട്ടോ. നെത്തൾ പൊരിച്ചത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെത്തൾ പൊരിച്ചത്. ഇതിൻ്റെ കൂടെ ഒരു പരിപ്പ് താളിച്ചതൊക്കെ ഉണ്ടെങ്കിൽ, പരിപ്പ് താളിച്ചതിൻ്റെ കൂടെ ഈ മീൻ പൊരിച്ചത് ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസമാണല്ലേ ചോറ് കഴിക്കാൻ. അപ്പോൾ ഞാൻ അതൊന്ന് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മളെ തക്കാളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്കുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഒന്ന് ചേർക്കലുണ്ട് കേട്ടോ മീൻ കറിയിൽ. ചിലവരൊന്നും അങ്ങനെ മല്ലിപ്പൊടി ചേർക്കലില്ല, ഞാൻ ഒരിച്ചിരി ചേർക്കലുണ്ട് കേട്ടോ, ഒരു 1/2 സ്പൂണൊക്കെ. എന്താ പറയുക, കറിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ചേർക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊക്കെ നല്ലോണം പൊടികളൊക്കെ ഒന്ന് വാട്ടി നല്ല ഇളക്കി എടുത്തിട്ട് പിന്നെ നമ്മളെ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ വാളംപുളി തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കൽ. എനിക്ക് കുടംപുളീൻ്റെത് അങ്ങനെ ആ ഒരു ചോയ വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വാളംപുളി തന്നെയാണ്. അപ്പോൾ അത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നല്ല തിളച്ച് വന്നപ്പോൾ നമ്മളെ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിക്കണ്. പിന്നെ ഇപ്പുറത്തുനിന്ന് ആ നേരത്തെ കണ്ടത് കുറച്ച് കഞ്ഞിവെള്ളം താളിച്ചെടുത്തതേനി കേട്ടോ, ചെറിയുള്ളിയും പച്ചമുളകും ഇട്ടിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇന്നലത്തെ പയറുപ്പേരീൻ്റെതും കുറച്ചുണ്ടായിനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കോപ്പയിൽ ആക്കി വെച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഞാനിതാ മീനൊന്ന് പൊരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ചോറ് കഴിക്കാനും കുട്ടികൾ സ്കൂളിൽ വന്നിട്ട് ഓർക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് മാത്രം ഞാൻ കുറച്ചൊന്ന് പൊരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ മസാല പെരക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതെല്ലാം ആക്കി വെച്ച് പിന്നെ അടുക്കള ഒന്നും കൂടെ വൃത്തിയാക്കി ബാക്കിയുള്ള കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ വേഗം പോയി കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ വന്നേണ്. ഇനിയിപ്പോൾ ഒറ്റക്കായി നാസിമോനും കൂടെ ഇല്ലായിട്ട് എന്തോ പോലെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ ചോറ് കഴിക്കണ നേരത്ത് ഓനുണ്ടാവുമല്ലോ എൻ്റെ കൂടെ, അപ്പോൾ ഇല്ലായിട്ട് എന്തോ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓനെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ പോയിട്ട് ഓനെ കൂട്ടി കൊണ്ടുവന്നതാ. കുട്ടി അവിടുന്ന് ചോറ് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഓനക്ക് വേഗം ഞാൻ ചുമേൻ്റെ മരുന്നൊക്കെ കൊടുത്ത് തൊട്ടിലുണ്ട് കേട്ടോ, തൊട്ടിൽ ഉറക്കിക്കണ്. ഓനെ ഉറക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം നമ്മളെ മീൻ കറിയും ഉപ്പേരിയും ഒന്ന് കുറേ ഉണ്ട്. മീൻ കറി ഉപ്പേരിയും ചിലപ്പോൾ താളിപ്പും എല്ലാം മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. ചില ദിവസം അതിന് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ഒപ്പിക്കലായിരിക്കുമല്ലേ, നമുക്ക് ചിലപ്പോൾ മടിയുമായിരിക്കുമല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ അതൊക്കെ കൂട്ടി ഒന്ന് വേഗം ചോറൊക്കെ വെച്ചു. പിന്നെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഓൻ്റെ അടുത്ത് പോയി കടന്നിട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് പോവാനുള്ള സമയം ആയിക്കണ്. അപ്പോൾ കുട്ടീനെ മാറ്റി അവിടെ നിർത്തിയിട്ടുണ്ട്. നാഫി മോനും വന്നേണ്. ഇക്ക നമ്മളോട് കുറച്ച് മേലൊക്കെ അങ്ങോട്ട് പോകാൻ പറഞ്ഞിനി കേട്ടോ. ഇനിയിപ്പോൾ ഓനെ ഒന്ന് കാണിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ വേഗം ഒന്ന് കാണിച്ച്, അല്ലാതെ ഒന്ന് അല്ലറ ചില്ലറ ആവശ്യങ്ങളും കൂടെ ഉണ്ട് പോവേണ്ടത്. അപ്പോൾ പിന്നെ നിച്ചുമോളോട് സ്കൂൾ വിട്ടിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിനി, ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ ഓളോട് സ്റ്റാൻഡിൽ നിൽക്കാൻ. അപ്പോൾ ഓളെയും കൂടെ ഒന്ന് കൂട്ടണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ടൗണിലേക്ക് പോകും ചെയ്യും. ഓൾ സ്കൂളിട്ട് വന്നാൽ പിന്നെ ഇവിടെ ഒറ്റക്കായി പോകില്ലേ വിചാരിച്ചിട്ടാണ് നാഫിമോനെയും കൂട്ടിയിട്ടുണ്ടായിനി കേട്ടോ. ഓനക്കും ചെറിയൊരു ചുമയും ജലദോഷവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓനെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ രണ്ടാളെയും പോയി കാണിക്കുകയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഒന്ന് അവിടെ ഒരു കടയിൽ കയറിയതാണ് കേട്ടോ. അവർക്ക് പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ടീഷർട്ടോ പാൻറ്റോ എന്തെങ്കിലുമൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതേനി കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് തിരക്കിയിലാണ്. ഓരോരുത്തർക്ക് വേണ്ടിയത് നോക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ടൗൺ ഇത് കാട്ടിക്കുളത്താണ് കേട്ടോ, മാനന്തവാടി അല്ല, കാട്ടിക്കുളമാണ് നമ്മൾ വന്നത്. നമ്മളെ വീട് ബാവലിയാണ്. അവിടുന്ന് അടുത്ത് നമുക്ക് ഫസ്റ്റത്തെ ടൗൺ കാട്ടിക്കുളം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തിനും അങ്ങോട്ട് തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ നാഫിക്കുള്ളതൊക്കെ നല്ല ജോറായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ നാച്ചിമോൻക്കുള്ളത് തിരയുന്നുണ്ട്. ഇനിയിപ്പോൾ അംഗൻവാടിയിലൊക്കെ വിടുകയാണെങ്കിൽ ആ സാധാ ചെറിയൊരു ടീഷർട്ടും പാൻറ്റോ ട്രൗസറൊക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ
ഓനക്കുള്ളത് അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ നിച്ചുമോക്കും അതുപോലെ 2-3 എണ്ണം വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടേനു. എനിക്കൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്തായാലും പുറത്ത് വന്നാൽ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് തന്നെയല്ലേ പോവുള്ളൂ. കുട്ടികൾക്കും അതൊരു ഇഷ്ടം തന്നെയായിരിക്കും. പിന്നെ നിച്ചുമോളും സ്കൂൾ വിട്ട് വന്നിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വന്നതായത് കൊണ്ട് പിന്നെ ഓർക്കും ചായയൊക്കെ വാങ്ങി കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരെ പുരയ്ക്ക് വന്നതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ രാത്രി ഇതാപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.